അപ്പോൾ ഇന്ന് ഞാൻ ചോറൊക്കെ വെക്കാൻ ഒരു ഡെയ്മയിലേക്ക് എടുക്കാമെന്ന് ഓർത്തത് നമ്മൾ പുട്ടും പപ്പടം. ഇത് ബീറ്റ്റൂട്ടാണ് കേട്ടോ, ചേട്ടായി കൊണ്ടുപോയതിൻ്റെ ബാക്കി ബീറ്റ്റൂട്ട്. പിന്നെ ഇത് നമ്മുടെ ഇന്നലത്തെ പാവയ്ക്ക തീയലിൻ്റെ ഇച്ചിരി. ഇനി നമുക്ക് കറി വെക്കാനുണ്ട്, പാത്രം തേക്കാനുണ്ട്, പാത്രം കഴുകാനുണ്ട്, കൂർക്ക, മൈ ഫേവറേറ്റ് സാധനം. ഇത് നമുക്ക് കറി വെക്കണം. ഗായ്സ്, കത്തി എന്തെങ്കിലും കണ്ടില്ല ഗായ്സ്, കത്തി തപ്പട്ടെ. കിട്ടി. അരിയട്ടെ. അരിയുമല്ല, ചരണ്ടുവാ. എന്നും ഈ കൂർക്ക വെക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫേസൊന്നും ഇരിക്കുന്നത് കണ്ടിട്ട് ആരും ബോധം കിടരുത്. ഞാൻ തലയിൽ നേരിയില്ല, ജസ്റ്റ് ഒന്ന് ഇന്നലെ രാത്രിയിൽ കിടന്ന മഴയാണ്. അടുത്ത വീട്ടിൽ ചേച്ചി തുണി അലക്കുന്നുണ്ട്, എനിക്ക് തുണി അലക്കാനുണ്ട്. ശരിയാ, ആടിപ്പോയി കൂർക്ക. കൂർക്ക വാടിപ്പോയോ? വാടിയിട്ടൊന്നുമില്ല. നല്ല നീണ്ടിരിക്കുന്ന കൂർക്കയാണ് കേട്ടോ, ഇതുണ്ട് നീണ്ടിരിക്കുന്നു. ഞാനിത് അരിഞ്ഞൊന്ന് സെറ്റാക്കട്ടെ, അരിഞ്ഞ് ബാക്കിയെടുക്കാം. ഫോണിൽ നിൽക്കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. മിക്കപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൂർക്കക്കറി ആയിരിക്കുമല്ലേ, വീഡിയോ എടുക്കുന്ന ദിവസമല്ല കൂർക്കക്കറിയാണ് തോന്നുന്നു. അത് പകുതിയും കൂർക്ക, 1/2 കിലോ കൂർക്ക ഉണ്ടെങ്കിൽ 1/4 കിലോയും കേടാണ്. ഇതുണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇത് വാടിക്കുക. വാടിയത് മാത്രമല്ല, വാടിയതാണെങ്കിൽ വെള്ളത്തിലിടുമ്പം നേരെയാക്കാൻ നോക്കാം, പക്ഷെ ഇത് കേടാണ്. കൂർക്ക മേടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടില്ല. ഒന്ന് കല്ലും ചെളിയൊക്കെ അവരിട്ടിടുമെന്നല്ലാതെ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും ഓർത്തില്ല. 1/2 കിലോ മേടിച്ചതാണ്, ഭയങ്കര വിലയും. ഞാൻ ഓർക്കും ഈ കേടിനാണോ കാശ് കൊടുത്ത് മേടിച്ചതെന്ന് ഓർക്കുക. ഇച്ചിരിയേ ഉള്ളൂ ഇതിപ്പോൾ. അര കിലോയിൽ 1/4 കിലോയും കേടാ, പറയാനില്ല. ഇത്രയും കൂർക്ക കേടായിരുന്നു. 1 2 ഒക്കെ ആണെങ്കിൽ സ്വാഭാവികം പൊക്കോട്ടെ എന്ന് ഓർക്കാം. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ആകെ ഇത്രയേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് കറി വെക്കട്ടെ. നമ്മൾ കൂർക്ക അരിയാൻ പറയുമ്പോൾ മടിയായിരുന്നു കേട്ടോ, കാരണം കൂർക്ക ചെണ്ടുമ്പോഴത്തേക്ക് അതുപോലെ ഇങ്ങനെ ഒരു കറുത്ത അതിൻ്റെ പാട് വരുമല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒട്ടും മടിയാണ് കേട്ടോ ഈ കൂർക്ക ചിരണ്ടാൻ പറയുമ്പോൾ ചിരണ്ടാൻ. വീട്ടിലൊക്കെ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം കൂർക്കയൊക്കെ ഞാൻ തീയൽ വെച്ചിട്ടുണ്ട്, കറി ആയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാ കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം കൂടെ കിടന്നു. പിന്നെ 6:30 പോട്ടെ, 5 മണിക്ക് അലാറം വെച്ചു. 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെയും കിടന്നില്ല കേട്ടോ, കാരണം ചേട്ടായിക്ക് 6:30 ആകുമ്പോൾ പോകണം. അപ്പോൾ അധികം നേരം കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. പാത്രം കൂടെ കഴുകിയിട്ട് അടിച്ച് വാരിയിട്ട് നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാം.
ഇവിടെയൊക്കെ ഒന്ന് തൂത്തിട്ട് അടിച്ച് വാരിയിട്ട് മുറ്റം അടിക്കാൻ ഇറങ്ങാം. അപ്പോൾ സമയം ഏകദേശം ഒരു 8:45 കേട്ടോ. നമ്മുടെ കറിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. കറിയൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സെറ്റായി. ഇനിയിപ്പോൾ ഞാനിവിടെ അടിച്ച് വരാനും കൂടെ പോവാണ്. അടിച്ച് വാരി കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റം അടിക്കാൻ ഇറങ്ങാം കേട്ടോ. അടിക്കല്ലേ, ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഈ കൈക്കോട്ട് നല്ല കീറിയാൻ തരും. നമ്മുടെ പുറകുവശത്ത് ഒരു ചെറിയ മുറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് തീ കത്തിക്കണം. ഇത് ഇവിടെ അപ്പടി ചെളിയാണ്, പുറകിൽ നിന്ന് വെള്ളം വീണിട്ട്. പുറകിൽ നിന്ന് നമ്മുടെ വാഷ് ബേസിലെ വെള്ളം പുറകോശം വഴി ഒഴുകി വരുന്നതാണ്. അപ്പം അത് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് പോവുക. ഈ വിറക് ഒടിച്ചു വെക്കാനുണ്ട്. ഇത് ഒടിച്ചു വെക്കട്ടെ. വിറക് ഒടിച്ചു വെക്കാം. ഡി 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 ഇങ്ങോട്ട് ഇറങ്ങിക്ക്, ഇങ്ങോട്ട് ഇറങ്ങാൻ എടി. ആ വെള്ളമൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് ഇറങ്ങ. കിണറ്റിൽ ഒളിഞ്ഞു നോക്കുന്നു. ആ കിണറാ. ഇങ്ങോട്ടാരാ കിണറ്റിൽ ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞത്? കിണറ്റിൽ ആരാടി ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞത്? ആരാടി കിണറ്റിൽ ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞത്? ഞാൻ ടീച്ചറിനോട് പറയുന്നുണ്ടേ. ഞാൻ ടീച്ചറിനോട് പറയുന്നുണ്ട്. നീ കുരുത്തക്കേടാന്ന് ഞാൻ ടീച്ചറിനോട് പറയുന്നുണ്ടേ. അയ്യോ കണ്ണിപ്പൊടി പോയി, കണ്ണിപ്പൊടി പോയടി. അയ്യോ എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു. വിറകിൻ്റെ അറ്റം കൊണ്ട് നമിച്ച് കൈ മുറിഞ്ഞു കണ്ടോ. ഭയങ്കരമായിട്ട് നേറും. ഒടിച്ചു വെക്കട്ടെ അമ്മച്ചി. ഓ ഇനി കൈ മുറിഞ്ഞത് ഞാൻ കാണിക്കണം. ഇത് കണ്ടോ കണ്ടോ കണ്ടോ? ഒരു ഉമ്മ കൊടുത്തേക്ക് കൈ മുറിഞ്ഞേന്. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. കൈ മുറിഞ്ഞ ഒരു ഉമ്മ കൊടുത്തേരേ. നമ്മുടെ പൊന്നുമ്മ തന്നോടി, ഉമ്മ തന്നോടി. അപ്പം അത്രയും ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ. അതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ ഉറുമ്പും കയറി. അപ്പോൾ വിറകെടുത്തതാണ് കയ്യും മുറിഞ്ഞത്. ഇത് നന്നായിട്ട് നീറും ഇനി കുളിക്കുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് രാവിലത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ വീഡിയോ കാണുന്ന കുറച്ചൊരു 10, 50, 70 പേരുണ്ട്. ചില വീഡിയോ ഒക്കെ 100 പേരൊക്കെ കാണും. അപ്പം അവർക്ക് അഭിപ്രായങ്ങളൊക്കെ എന്ത് വേണേലും തെറി ഒഴിച്ച് ബാക്കി എന്ത് വേണേലും എൻ്റെ ചാനലിലിടാം. അപ്പം അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴേ എനിക്കത് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം കാണുന്ന ഒരു 10 പേരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.